ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് ഞങ്ങളുടെ ഡിന്നർ ഐറ്റത്തിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. ഇന്ന് ശരിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മുട്ട കൊണ്ടുള്ളൊരു വെറൈറ്റി ഐറ്റമാണ്. മുട്ട ഇഷ്ടപ്പെടാത്തവർ വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ. മുട്ട എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനം എഗ് ഓംലെറ്റ്. മുട്ട കൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കും. നമ്മളിന്ന് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് ഓംലെറ്റ് കൊണ്ടൊരു കറി, എഗ് ഓംലെറ്റ് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഞങ്ങൾ സാധാരണ ഓംലെറ്റ് കൊണ്ട് ഓംലെറ്റ് ചില്ലി ഉണ്ടാക്കാറുണ്ട്, ഓംലെറ്റ് കറി ഉണ്ടാക്കാറുണ്ട്. സോ ഇന്ന് ഞങ്ങൾ ചപ്പാത്തിയുടെ ഒപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഓംലെറ്റ് കറിയാണ്. സോ അങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. ഇത് വിഭവങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഇടുമ്പോൾ ഞാൻ നന്നായിട്ട് പറഞ്ഞുതരാം. മെയിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഓംലെറ്റ് ഉണ്ടാക്കുകയാണ്. ഒരു 5 കോഴിമുട്ടയ്ക്ക് ആദ്യം നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകണേ. ഇത് കോഴിമുട്ട ശരിക്കും ചെറുതായതുകൊണ്ട് 5 എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ മുട്ടയാണെങ്കിൽ 3-4 ആവശ്യമനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഇത് ഞാൻ 5 മുട്ടയ്ക്ക് ഉണ്ടാക്കാൻ പോകണേ. ആദ്യം മുട്ട പൊട്ടിച്ച് ഞാൻ ഒഴിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ മുട്ട ഒഴിച്ചതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുള്ളൊരു ഒഴിവാക്കുക കേട്ടോ. ഒരല്പം ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പും കുറച്ച് മതി, ബാക്കി നമ്മൾ കറിക്ക് ഉപ്പ് ചേർക്കും. ഇതൊന്ന് ബീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ നന്നായിട്ടത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സോ വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായപ്പോൾ നമുക്ക് ഈ ഓംലെറ്റ്, ഈ മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളെല്ലാം ഒരുമിച്ച് എടുത്തിരിക്കണേ. ഇപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഒരു സൈഡ് വന്നിട്ടുണ്ട്. ഇത് മറച്ചിടാൻ ബുദ്ധിമുട്ടാണ്, നമുക്കറിയാം. ഞാൻ നേരത്തെ ഒരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ പാത്രം കമഴ്ത്തിയിട്ട് മറച്ചിടുന്ന ഒരു മാർഗ്ഗം കേട്ടോ. യെസ്, ഇത് മറിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലിനി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറു സൈഡ് ഇതുപോലെ വേവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് വെന്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാൻ കേട്ടോ. നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓംലെറ്റ് കറിയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ഞാനൊരു വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായിരിപ്പുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇടുന്നുണ്ട്. ചെറിയ ജീരകമാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക്. സോ കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഒരു 3 മീഡിയം സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. 3 മീഡിയം സവാളയാണ്. ഇനി ഇതിലേക്കൊരു 4 പച്ചമുളക് കേട്ടോ. ഈ സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഞാനിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സവാള ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ സവാള ആകുന്ന സമയം കൊണ്ട് ഞാൻ നമ്മുടെ ഉണ്ടാക്കിയ ഓംലെറ്റിനെ ഒരു സ്ക്വയർ പീസസ് ആക്കി കട്ട് ചെയ്ത് വെക്കുക. കണ്ടല്ലോ, എന്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യുക. ഞാൻ സ്ക്വയർ പീസിലാണ് കട്ട് ചെയ്യുന്നത്. യെസ്, അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മളിന്ന് കറി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. സവാള ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മാറിയിട്ടുണ്ട് കണ്ടോ. ഈ സമയം നമ്മൾ ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. നമ്മൾ ഒരു 3 മീഡിയം ടൊമാറ്റോ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക കേട്ടോ. ഇത് ടൊമാറ്റോ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാനൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 4 മിനിറ്റ്, ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ ടൊമാറ്റോ നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പോൾ ടൊമാറ്റോ ഇപ്പോൾ ഒരു 4 മിനിറ്റോളം വെന്തിട്ടുണ്ട്. യെസ്, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഇട്ടാൽ മതി. നമ്മൾ ആദ്യം കുറച്ച് ഓംലെറ്റിലും ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാശ്മീരി ചില്ലി പൗഡർ ഇല്ല എങ്കിൽ സാധാ മുളക് പൊടി ഇട്ടാൽ മതി. കുറച്ച് അളവ് കുറച്ചിട്ടാൽ മതി. 3 ടീസ്പൂൺ ഇട്ടിരിക്കുന്നത്. കുറച്ച് കളർ കിട്ടാൻ വേണ്ടി ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കേട്ടോ. ഒരു 3 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് കസൂരി മേത്തി എന്ന് പറയും. അതായത് നമ്മുടെ ഉലുവയില ഉണക്കിയതാണ്. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് എടുക്കുക. കസൂരി മേത്തി ഇത് 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ. സോ തീയൊന്ന് പരമാവധി കുറച്ച് വെച്ചിട്ട് ഈ മസാല ഒന്ന് മൂക്കുന്നവരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ
ആവശ്യത്തിന് വെള്ളം ചേർത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രേവിയാക്കി മാറ്റുക കേട്ടോ. എത്ര ഗ്രേവി വേണം അത്രയും വെള്ളം ഒഴിക്കുക. ഇത്രയും റെഡ് കളറിന് കാരണം നമ്മൾ യൂസ് ചെയ്ത ടൊമാറ്റോ നല്ല പഴുത്ത റെഡ് കളർ ടൊമാറ്റോ ആയിരുന്നു. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചു, വളരെ കളറായി കാണുന്നത് കേട്ടോ. ഞങ്ങളിത് ചപ്പാത്തിക്ക് ഉണ്ടാക്കണേ, അതുകൊണ്ട് കുറച്ചധികം ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഓംലെറ്റിൻ്റെ പീസസ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടൊരു 2-3 മിനിറ്റ് ഇങ്ങനെ വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് കറി റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, ഓംലെറ്റിൻ്റെ കഷ്ണങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിത് തീ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അങ്ങനെ വെക്കുക കേട്ടോ. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഡൈനിങ് ടേബിളിൽ ചപ്പാത്തിയുടെ കൂടെ കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ റെഡിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചപ്പാത്തിയുടെ ഒപ്പമാണ് ഞങ്ങൾ എഗ് ഓംലെറ്റ് കറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് ഉദയനെത്തിയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. വളരെ നാളുകൾക്ക് ശേഷം നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. ഇന്ന് ഡിന്നറിന് ഉദയനും കൂടെ ഉണ്ട്. അപ്പോൾ ഉദയനെ കൂടെ ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഒപ്പം ഞാനും. ചപ്പാത്തിയുടെ ഷേപ്പൊന്നും നോക്കല്ലേ. ചപ്പാത്തി ഞാനൊരെണ്ണം. കുറച്ച് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഗ്രേവി. കുറച്ചുകൂടെ തരാം പോവല്ലേ. യെസ്, കഴിച്ചു നോക്കിയിട്ട് പറയൂ. കുറേ നാളുകൾക്ക് ശേഷം അല്ലേ? അതെ, പുട്ടും മട്ടൻ കറി കഴിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇന്ന് മിണ്ടിലേയും ഇട്ടു കേട്ടോ. അതിനുണ്ട് രസമുണ്ടെന്നല്ല, ഇങ്ങനെ കറക്റ്റ് പറയണം എങ്ങനെയുണ്ടോ. നല്ല തക്കാളിയുടെ ഒരു പുളി രസം. നമ്മുടെ ഓംലെറ്റ് ആണ്, പക്ഷെ അതൊരു കറിയുടെ രൂപത്തിൽ. യെസ്. അപ്പോൾ ഇഷ്ടമായി എന്നാണ് ഉദയം പറഞ്ഞാൽ. എനിക്കും ഇഷ്ടമായി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന സാധനമാണ്. എല്ലാവർക്കും വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. വളരെ എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനം. കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.